ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെല്ലാമാണ് ഒരു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ, പ്രത്യേകിച്ച് വരുമാനം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫിസിക്കൽ പോളിസി പ്രധാനമായിട്ടും 3 ഇൻസ്ട്രുമെന്റ്സ് ആണ് പറയുന്നത്. വൺ ഈസ് ടാക്സേഷൻ, രണ്ടാമത്തേത് എക്സ്പെൻഡിച്ചർ, മൂന്നാമത്തേത് ബോറോയിങ്സ്. അപ്പോൾ ഇറ്റ് ഈസ് ത്രൂ ടാക്സേഷൻ ദാറ്റ് ദ ഗവൺമെന്റ് ഈസ് ഗെറ്റിംഗ് മണി ഇൻ ഓർഡർ ടു മീറ്റ് വേരിയസ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പൊ ടാക്സേഷൻ കൊണ്ട് നമുക്ക് വരുമാനം കൊണ്ടാം. ടാക്സേഷൻ പല രീതിയിലുണ്ട്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ആ ടാക്സേഷനിൽ കൂടി നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. ഇനി അത് പോരാതെ വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഒരു മാർഗം കൂടിയുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് പബ്ലിക് ബോറോയിങ്സ് അല്ലെങ്കിൽ പബ്ലിക് ഡെറ്റ് എന്ന് പറഞ്ഞത്. സോ ലെറ്റ് us see what are these things. ഒന്ന്, നമ്മൾ പറഞ്ഞു the principal source of revenue for the government is tax. So direct tax is one in which the impact and the incidence are on the same person. ആരാണ് ഈ ടാക്സ് കൊടുക്കുന്നത് അയാൾ തന്നെ അതിന്റെ ഭാരവും, അതിന് ഇനിഷ്യൽ ആയിട്ടുള്ള ഭാരവും അന്തിമമായിട്ടുള്ള ഭാരവും അദ്ദേഹം തന്നെ വഹിക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് ടാക്സ്. അതായത് ദ ഇമ്പാക്ട് ആൻഡ് ദ ഇൻസിഡൻസ് കൊടുക്കുന്ന ആൾ തന്നെ അതിന്റെ ഭാരവും വഹിക്കണം. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് അനദർ തിങ് വിച്ച് ഈസ് ദ ഇമ്പാക്ട് ഈസ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ദ ഇൻസിഡൻസ് ഈസ് ഓൺ അനദർ പേഴ്സൺ. ഒരാൾ കൊടുക്കും, പക്ഷെ അതിന്റെ അന്തിമമായിട്ടുള്ള ഭാരം വഹിക്കുന്നത് മറ്റൊരാളാണ്. ഉദാഹരണമായിട്ട് പറയാം സെയിൽ ടാക്സ്. മനസ്സിലായോ? ഒരു ബിസിനസ്സുകാരൻ ആ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് അദ്ദേഹം ഇനീഷ്യലായിട്ട് അദ്ദേഹം ടാക്സ് കൊടുക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹം ഇത് ബെയർ ചെയ്യുന്നില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? വെൻ ഹി ഡിസ്പോസ് ഹിസ് ഗുഡ്സ് ടു ഹിസ് കൺസ്യൂമേഴ്സ്, ആ കൺസ്യൂമേഴ്സ് അതിന്റെ ഭാരം വഹിക്കേണ്ടി വരും. അപ്പൊ ടാക്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് ദ ഇമ്പാക്ട് ആൻഡ് ദ ഇൻസിഡൻസ് ആർ ഓൺ ഡിഫറെന്റ് പേഴ്സൺസ്. അപ്പൊ നമുക്കറിയാം പേഴ്സണൽ ടാക്സ്, ഇൻകം ടാക്സ്, അത് ഡയറക്റ്റ് ടാക്സ് ആണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ്, അതായത് ഗവൺമെന്റ് അവരുടെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന, വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ടാക്സ്, അത് ഡയറക്റ്റ് ടാക്സ് ആണ്. നേരെ മറിച്ച് അത് ദേ ആർ ആക്ച്വലി ലെവീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇനി ഇത് കൂടാതെ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. അതായത് ദേ ആർ ദ ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ ലേ ചെയ്യുന്ന ടാക്സിന് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സസ്. എക്സാമ്പിൾസ്, ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതെല്ലാം നമ്മളുടെ ഇൻഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെട്ടതാണ്. ഇത് കൂടാതെ തന്നെ ഈ ലോക്കൽ ബോഡീസ് ഉണ്ട്, നമ്മുടെ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ നഗരസഭകൾ, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ്, പഞ്ചായത്തുകൾ, ഇവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ടാക്സസുകൾ ഇവർ ഇമ്പോസ് ചെയ്യും. പ്രത്യേകിച്ച് അവരുടെ പ്രോപ്പർട്ടി ടാക്സ്, ഇതൊരു ഡയറക്റ്റ് ടാക്സിന്റെ ഇത് കൂടിയാണ്. കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളവർ കൂടുതൽ ടാക്സ് കൊടുക്കണം, കുറവ് ടാക്സ് ഉള്ളവർ കുറവ് ടാക്സ് മാത്രമേ കൊടുത്തേച്ചത് ചെയ്ത ഒരു സിസ്റ്റം ആയിരുന്നു. കാരണം the transfer resources from the private to the public sector dominated industrialization process and thus to cover the cost of social welfare schemes. അപ്പോ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് അനുകരിച്ച ഒരു പ്രധാനപ്പെട്ട നയമായിരുന്നു എന്തായിരുന്നു? ഡയറക്റ്റ് ടാക്സിന് കൂടുതലായിട്ട് ഇത്, അതായത് ഉള്ള ആളുകളിൽ നിന്ന് കൂടുതൽ മേടിക്കുക, എന്നിട്ട് പബ്ലിക് സെക്ടർ, ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഓഹരികൾ ഡോമിനേറ്റ് ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കുക. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സോഷ്യൽ വെൽഫെയർ സ്കീംസ് തുടങ്ങുക, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ തുടങ്ങുക. അപ്പോ ദ ഷെയർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ടു ദ ടോട്ടൽ റവന്യൂ കളക്ഷൻ ഇൻ ഇന്ത്യ വാസ് ഹയർ. ഇത് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ഇഫ് വി ഫോളോ ഡയറക്റ്റ് ടാക്സ്, അത് കുറച്ചും കൂടെ നീതിയുള്ള ഒരു ടാക്സ് ആണ്. കാരണം കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസീവ് ടാക്സ് എന്നാണ് പറയുന്നത്. പ്രൊപ്പോർഷണൽ ടാക്സ് ഉണ്ട്, പ്രോഗ്രസീവ് ടാക്സ് ഉണ്ട്, റിഗ്രസീവ് ടാക്സ് ഉണ്ട്. പ്രൊപ്പോർഷണൽ ടാക്സ് മീൻസ് 10 രൂപ വരുമാനമുള്ളവന് 100 രൂപ വരുമാനമുള്ളവന് ഒരേ പെർസെന്റിൽ അവര് ടാക്സ് കൊടുക്കുക. അപ്പൊ 2% ടാക്സ് ആണെങ്കിൽ 10 രൂപ വരുമാനമുള്ളവന് 100 രൂപ വരുമാനമുള്ളവന് ഒരേ ഇതിൽ ടാക്സ്. അതാണ് പറഞ്ഞത് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ടാക്സ് അങ്ങനെയല്ല. പ്രോഗ്രസീവ് ടാക്സ് മീൻസ് വരുമാനം കൂടുന്നതനുസരിച്ച് ടാക്സിന്റെ തോതും കൂടും.
ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. മനസ്സിലാ 3 തൊട്ട് 5 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് എത്രയാണ് 5% ടാക്സ് ഉണ്ട്. 5 തൊട്ട് 8 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ടോ 7.5% ടാക്സ് ഉണ്ട്. അതിനുശേഷം 9 ലക്ഷം രൂപ വരെ 10% ടാക്സ് ഉണ്ട്, പിന്നെ 20% ടാക്സ് ഉണ്ട്, പിന്നെ 30% ടാക്സ് ഉണ്ട്. വരുമാനത്തിന്റെ തോതനുസരിച്ച് ടാക്സിന്റെ റേറ്റ് കൂടും. അതിനാണ് പറഞ്ഞത് പ്രോഗ്രസീവ് ടാക്സ്. ഇത് കുറച്ചും കൂടെ നീതിയുക്തമാണ്. കാരണം വെച്ചാൽ വരുമാനമുള്ളവർ കൂടുതൽ ടാക്സ് കൊടുക്കും, വരുമാനം ഇല്ലാത്തവർ നീതിയാണ്. ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കിലോ ഉപ്പ് മേടിക്കുന്നവന് അത് 20 രൂപയാണെങ്കിൽ ഏറ്റവും വലിയ ധനികനായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ളവനും ഏറ്റവും പാവപ്പെട്ടവനും ഒരേ റേറ്റ് കൊടുക്കണം. അത് റിഗ്രസീവ് ആണ്. എൻ്റെ അർത്ഥം എന്താണ്? ദ ബർഡൻ ഓഫ് ടാക്സ് ഫോൾസ് മോർ ഓൺ ദ പുവർ ദാൻ ഓൺ ദ റിച്ച്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് 20 രൂപ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതും വളരെ ധനികരായിട്ടുള്ള 20 രൂപ അവർക്കൊന്നുമില്ല. പക്ഷെ ഉപ്പിന് വില കുറവാണെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ മേടിക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഫോളോ ചെയ്തിരുന്നത് റിഗ്രസീവ് ടൈപ്പ് ഓഫ് ടാക്സ് ആണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. The objective of collection should be that proportion of direct tax collected is more than the indirect tax. അങ്ങനെ വന്നപ്പോൾ നമ്മൾ താഴത്തേക്ക് പോവുകയാണ് ഓരോ സമയത്തും. അപ്പോൾ ഈ ഇൻഡയറക്ട് ടാക്സ് നമ്മൾ കളക്ട് ചെയ്തതോടുകൂടി ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് കാര്യമായിട്ടൊന്നും വർദ്ധിച്ചില്ല. ഇറ്റ് വാസ് 3.5. It kept the growth rate of the Indian economy modest 3.5%. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രത്യേകിച്ച് എടുക്കുമ്പോൾ 3. the ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. എന്ത് ചെയ്തിട്ടും നമ്മുടെ ഗ്രോത്ത് റേറ്റിന് വർധന വന്നിട്ടില്ല. പക്ഷേ ആ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് നമ്മൾ കൂടുതൽ ഡയറക്ട് ടാക്സിലേക്ക് റിലൈ ചെയ്തപ്പോൾ നമ്മളുടെ ഗ്രോത്തിന്റെ റേറ്റ് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. Now it is about it is stated. Okay, എന്താണ്? The growth rate of the Indian economy has also increased during the years of 1990s to the years of 2000, post 2000. എത്രയാണ്? Now it is 7.2 between 2001 and 2012, etc. ഇനി അടുത്താണ് എക്സ്പെൻഡിച്ചർ. സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെ പറഞ്ഞത് ബഡ്ജറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ദ യൂണിയൻ ടെറിട്ടറീസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ അത് രണ്ട് divided into its own expenditure and transferred funds to state governments and union territories. അപ്പോൾ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിന് രണ്ട് രീതിയിലാണ്. ഒന്ന് അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. ഇതുകൂടാതെ കുറച്ച് ഫണ്ടുകൾ അതായത് സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനത്തിലും പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലും പെർ ക്യാപിറ്റയുടെ അടിസ്ഥാനത്തിലും ഡെവലപ്മെന്റ് അടിസ്ഥാനത്തിലൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഗ്രാന്റ് കൊടുക്കും. അതും സെൻട്രൽ ഗവൺമെന്റിന്റെ ചെലവാണ്. ആൻഡ് യൂണിയൻ ടെറിട്ടറീസിനും അതുപോലെ തന്നെ. ദെൻ ടോട്ടൽ സെൻട്രൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആകാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകാം. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് സ്പെൻഡ് ഓൺ സാലറീസ്, പെൻഷൻസ്, സബ്സിഡീസ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. അല്ലെ, ഗവൺമെന്റുകൾ ലോൺ എടുത്തിട്ടുണ്ട്. പല പല ഗവൺമെന്റുകളും മാറി വന്നിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും മാറി വന്നിരിക്കുന്ന ഗവൺമെന്റുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാത് ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ. ദെൻ ഇത് കൂടാതെ ഓൾ ഗ്രാന്റ്സ് ഗിവൺ ടു സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, അതും അവരുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. Then the objective of efficient government expenditure requires that over time capital expenditure should increase and the revenue expenditure should come down. Capital expenditure means the expenditure that is incurred to create capital assets. കാരണം ക്യാപിറ്റൽ അസറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് വരുമാനം ഉണ്ടാവുള്ളൂ. There is a limit for taxation. ഒരാളെ ഇങ്ങനെ വെറുതെ ടാക്സ് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയൊന്നുമില്ല. ടാക്സിന്റെ റേറ്റ് കൂടുന്തോറും പല ആളുകളും അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള പല മാർഗങ്ങളും നോക്കും. ഹയർ ടാക്സ് ഈസ് എ ഡിസ്ഇൻസെന്റീവ് ടു വർക്ക്. വൈ ഷുഡ് ഐ വർക്ക്? ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 70% ഗവൺമെന്റ് മേടിച്ചെടുക്കും. പിന്നെ ഞാൻ എന്തിനാണ് ജോലി ചെയ്യുന്നത്? മതി, ഇനി എനിക്ക് മതി, ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല.
ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജോലിക്ക് പോയി. കാരണം ജോലിക്ക് പോയിട്ടെങ്കിൽ 70-80% ഗവൺമെന്റ് ടാക്സ് രൂപത്തിൽ എൻ്റെ അടുത്ത് പിടിച്ചാൽ പല ആളുകളും അത് ജോലിക്ക് പോകാനായിട്ട് അവർ പ്രത്യേകിച്ച് ഓൾഡർ ഏജിൽ, അതായത് പിന്നെ മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജനങ്ങൾ ജോലിക്ക് പോകാനായിട്ട് അവർ ഇഷ്ടപ്പെടില്ല. ഓൾ ഗ്രാൻഡ്സ്. ഇനി ഡെറ്റ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഡെറ്റ്? ടോട്ടൽ റവന്യൂ ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് എനഫ് ടു കവർ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ചെലവ് കൂടുതലും വരുമാനം കുറവും. വരുമാനം കിട്ടാനുള്ള മാർഗം നമ്മൾ പറഞ്ഞു ടാക്സ് ആണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ ചെലവ് കൂടുതലും വരുമാനം കുറവാകുമ്പോൾ നമ്മൾക്ക് എന്ത് വരുന്നത്, ഇത് പിന്നെ കടം വരുന്നത്. അതിനെ പറഞ്ഞത് ദ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഡെഫിസിറ്റ്. If the size of the debt is small in relation to the tax revenue, government obligation in terms of debt service. Debt service means എന്താണ് ഡെറ്റ് സർവീസ്? പഴയ കടങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റും മുതലും കൂടെ കൊടുക്കുന്നതിനെ പറഞ്ഞത് ഡെറ്റ് സർവീസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡെറ്റ് വളരെ കൂടുതലല്ലെങ്കിൽ നമുക്ക് ഒരു രാജ്യത്തിന് അത്ര വലിയ ബുദ്ധിമുട്ട്. എന്താണ് the debt service and repayment of debt will be low. പക്ഷെ അങ്ങനെയല്ല. The size of the debt is very big and revenue collection is not sufficient to service debt. അപ്പൊ നമ്മളുടെ റവന്യൂ, ടാക്സും ഇതിൽ കൂടി കിട്ടുന്ന നമ്മുടെ റവന്യൂ, നമ്മളുടെ വർദ്ധിച്ചു വരുന്ന ചെലവ് നമുക്ക് വഹിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ഓരോ വർഷം തോറും നമ്മളുടെ ആ ഡെറ്റ് ഗണ്യമായിട്ട് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്താണ്, അപ്പോ there is a possibility of the risk of default. കൊടുക്കാനായിട്ട് പറ്റൂല, ഡിഫോൾട്ട് വരും. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ബോണ്ട് ഇൻക്രീസസ് ടു കവർ ദ അഡീഷണൽ റിസ്ക് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇനി ഇതുകൊണ്ട് ഡെറ്റ് ജി ഡി പി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് കൺട്രീസ് പബ്ലിക് ഡെറ്റ് ടു ജി ഡി പി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ദർ ആർ കൺട്രീസ്, പർട്ടിക്കുലർലി ഡെവലപ്ഡ് കൺട്രീസ്. പിന്നെ if a country is able to pay interest on its debt without borrowing or compromising on its economic growth, it is considered as a stable scenario. ഞാൻ പറഞ്ഞില്ല, ഡെറ്റ് എല്ലാവരും കടം മേടിക്കും, അതുപോലെ രാജ്യവും കടം മേടിക്കുന്നുണ്ട്. അത് ആ കടം മേടിക്കുന്ന അതിന്റെ തോത് വളരെ കൂടുതലല്ലെങ്കിൽ നമുക്ക് നത്തിങ് ടു വറി. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ കാര്യമായിട്ട് കോട്ടമൊന്നും അത് സംഭവിക്കില്ല. നേരെ മറിച്ച് കിട്ടുന്ന ടാക്സ് ഇനത്തിൽ കൂടി കിട്ടുന്ന വരുമാനം, മനസ്സിലായോ, സാലറീസ്. ഇപ്പൊ കേരള ഗവൺമെന്റ് ഈസ് ഓൾവേസ് ഗ്രാമ്പിളിങ്. കിട്ടുന്ന വരുമാനം സാലറിയും പെൻഷനും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമേ. പിന്നെ ഡെറ്റ് സർവീസിങ്, പഴയ കടങ്ങളുടെ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൊടുത്തു തീർക്കാൻ മാത്രമേ ഉള്ളൂ. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങൾക്കും കാശ് തികയുന്നില്ല, അല്ലെങ്കിൽ ഇല്ല കിട്ടുന്ന വരുമാനം അവർക്ക്. അതുകൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇഷ്ടം പോലെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഉണ്ട്, സാമൂഹ്യ സുരക്ഷിത പദ്ധതിയുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ 2 രൂപ സെസ് കൂട്ടി പെട്രോളിന്. ഇപ്പൊ എന്തായി, 2 ദിവസത്തെ പേപ്പറിൽ വായിക്കാൻ സാധിച്ചു. മനസ്സിലായോ? കേരളത്തിലെ പെട്രോൾ അടിക്കുന്നതിന്റെ തോത് ഗണ്യമായിട്ട് കുറഞ്ഞു. പ്രത്യേകിച്ച് ലോറികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ 1 ലിറ്റർ അടിക്കുമ്പോൾ അവർക്ക് 2 രൂപ ലാഭം കിട്ടും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അവര് പിന്നെ ഇതടിക്കുകയും, പറഞ്ഞു മനസ്സിലായോ? അതുപോലെ ഇന്റർസ്റ്റേറ്റ് ബസ്സുകളൊക്കെ ഉണ്ട്, അവരെല്ലാം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് അവർ ഡീസൽ അടിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നമുക്ക് വരുമാനം കിട്ടൂല. സോ അഗെയിൻ വി ഹാവ് ടു ബോറോ. അതുകൊണ്ടാണ് എന്താണ് ഡെറ്റ് റേഷ്യോ. If a country is able to pay interest on its debt without borrowing or compromising on its economic growth in a badikade, then it is not going to create any problem at all. Then there are countries, particularly developed countries, with higher debt ratio. Most of the debt in അവര് പറഞ്ഞ ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ജപ്പാൻ, അമേരിക്ക എന്നൊക്കെ പറയുന്നത്. For instance, most of the debt of Japan is owned by the Japanese public. And അതുകൊണ്ടാണ് എന്താ പറയുന്നത്, the Bank of Japan plays a significant role by purchasing its government bonds. അതുപോലെ തന്നെ ഓണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഡെറ്റ് ഇൻ USA is also similar, with 2/3 of its public debt is being jointly owned by the public, the banks, കോർപ്പറേഷൻസ് ആൻഡ് ദ ഫെഡറൽ റിസർവ്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇത് മനസ്സിലായോ, ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. ചില ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് കൂടുതലായിട്ട് ഡെറ്റ് ഉണ്ടെങ്കിലും ആ ഡെറ്റ് സർവീസിങ്ങിന് കാരണം ഒരു പരിധി വരെ ഇറ്റ് ഈസ് ബീങ് ഷെയർഡ് ബൈ ദ പബ്ലിക്, ആൻഡ് ദെർഫോർ ഒരു പരിധി വരെ അവർക്ക് വലിയ റിസ്ക് ഒന്നും ഇതിനകത്ത് വരുന്നില്ല.
ഇനി ഫിസിക്കൽ ഡെഫിസിറ്റ് എപ്പോഴാണ് ഡെഫിസിറ്റ് വരുന്നത്? എപ്പോഴാണ് ഡിനോട്ട്സ് എക്സസ്. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരുമ്പോൾ, മനസ്സിലായോ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ വരുമാനത്തിനെക്കാട്ടിയും കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ നമുക്ക് ഡെഫിസിറ്റ് വരും. അതിനെ പറഞ്ഞത് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക് മീൻസ് ഖജനാവ് അല്ലെങ്കിൽ ട്രഷറി എന്ന് പറയും. ട്രഷറിനുള്ള നമ്മുടെ വരുമാനത്തിന്റെ കുറവ്, അതിനെയാണ് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ഡെഫിസിറ്റ്. ആ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റു മേഖലയിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നത്, പബ്ലിക് ഡെറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് മീൻസ് നമ്മളുടെ വരുമാനം ചെലവിനെക്കാട്ടി കുറവാണെങ്കിൽ അവിടെ നമുക്ക് കുറവ് വരും, കമ്മി വരും. ആ കമ്മി നമ്മൾ നികത്തുന്നതിന് ആ കമ്മിനെ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ഡെഫിസിറ്റ്. ആ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റു മേഖലയിൽ നിന്നെല്ലാം നമ്മൾ കടം മേടിക്കുന്നത്. ഇന്ത്യസ് ഫിസിക്കൽ ഡെഫിസിറ്റ് 1900 വിത്തിൻ ഹെൽത്തി ലിമിറ്റ്സ്. ദിസ് റേസസ് വാട്ട് ലിമിറ്റ്? ഇനി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഓരോ വർഷവും ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മുടെ ഖജനാവിന്റെ എല്ലാ പോരായ്മകൾ മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് ഒരു ഡ്രൗട്ട് വരിക, ആ സമയത്ത് ഗവൺമെന്റിന്റെ വരുമാനത്തിന് ഗണ്യമായിട്ടുള്ള കുറവ് വരും. ഒരു പ്രൊലോങ്ഡ് ആയിട്ട് ഒരു ഫ്ലഡ് വരിക, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് വരിക, അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന്റെ ആ സമയത്തുള്ള വരുമാനങ്ങൾ ഗണ്യമായിട്ട് കുറവ് വരും. ഇത് കൂടാതെ ഗവൺമെന്റിന്റെ ചെലവ് ആ സമയത്ത് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. പറഞ്ഞ മനസ്സിലാവും? ഒരു ഡ്രൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് സബ്സിഡി കൊടുക്കണം, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില ഗണ്യമായിട്ട് കയറി പോകും. അപ്പൊ ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യണം. ഫ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൂടുതലായിട്ട് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കണം. അപ്പൊ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ കയറി വരും. അപ്പൊ എന്തായിരിക്കണം ഒരു ഫിസിക്കൽ, എന്തുമാത്രമാണ്, വാട്ട് ഈസ് ആൻ ഐഡിയൽ ലിമിറ്റ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ്? നോക്കിയേ, ഇവിടെ ടു സെറ്റ് ആൻ ഐഡിയൽ limit to be targeted by the government, both central and state government. മറക്കരുത് ഈ ഒരു ഫ്രേസ്. A fiscal responsibility and budget management act was enacted in 2003, thereby with a view to reduce the deficit and thereby debt to sustainable levels. ഇതൊരു മാർഗനിർദ്ദേശമാണ്. എന്തായിരിക്കണം ലിമിറ്റ്? മറക്കരുത്, the Fiscal Responsibility and Budget Management Act was passed in 2003, in which the ideal limit of the fiscal deficit was actually being earmarked. അത് ആദ്യം കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിലും the act required the central government to contain its deficit under 3% of GDP. അപ്പോൾ ഐഡിയലായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് പോകാനായിട്ട് ഐഡിയൽ ആയിട്ടുള്ളത് 3%, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 3%. ആദ്യം മീഡിയം ടേം ടൈം ഫ്രെയിം ആണ് ഇത് വെച്ചത്. ഇത് ഈ FRBM, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്ററി മാനേജ്മെന്റ് ആക്ട്, ഇത് ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നെങ്കിലും ലേറ്റർ ഓൺ ഇറ്റ് ഹാസ് ബീൻ സ്റ്റോപ്ഡ് വൈൽ ദ സ്റ്റേറ്റ്സ് ക്യാൻ ഓൾസോ. കാരണം പിന്നീട് സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഈ ഒരു ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്കും അത് യഥാർത്ഥത്തിൽ ബാധകമാക്കി. കാരണം ഈ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ FRBM വരുന്നതിന് മുമ്പ് ഡെഫിസിറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബഡ്ജറ്റ്സ് വെയർ അലൗഡ് ടു ബി മെറ്റ് ബൈ ഓവർ ഡ്രാഫ്റ്റ് ഫ്രം RBI. ഓവർ ഡ്രാഫ്റ്റ് മീൻസ് പരിധിയിൽ കൂടുതലായിട്ടുള്ള കടമെടുക്കുക, RBIയിൽ നിന്ന് കടമെടുക്കുക. ഇത് പല സംസ്ഥാനങ്ങൾക്ക് ഇതൊരു എളുപ്പമാർഗമായി. കാരണം എന്നാൽ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന, മനസ്സിലായോ, നമ്മൾ വ്യക്തികളെ പോലെയല്ല, ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ബഡ്ജറ്റ് ഗവൺമെന്റ് തയ്യാറാക്കുമ്പോൾ ഗവൺമെന്റ് ഒരു കാര്യമാണ് ആദ്യം നമ്മളല്ല, എനിക്ക് ഒരു ജോലി കിട്ടി, ആ ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ വേറെ ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് ദൂരെ മാറി താമസിക്കണം. അപ്പൊ ഞാനൊരു ബഡ്ജറ്റ് ഇടും. എത്ര രൂപ ഞാൻ റെന്റ് കൊടുക്കണം, എത്ര രൂപ ഞാൻ ട്രാൻസ്പോർട്ടേഷന് കൊടുക്കണം, എത്ര രൂപ ഞാൻ ഫുഡിന് കൊടുക്കണം. മനസ്സിലായോ? എനിക്ക് എല്ലാ മാസവും കമ്മിയായിട്ട് മറ്റുള്ളവരുടെ കൈനീട്ടാൻ പറ്റൂല. അപ്പൊ ഞാൻ ഐ വിൽ ട്രൈ ടു റെഡ്യൂസ് മൈ എക്സ്പെൻഡിച്ചർ, കാരണം എനിക്ക് എന്തെങ്കിലും മിച്ചം വേണം. ഗവൺമെന്റ് അങ്ങനെയല്ല. ഗവൺമെന്റ് ആദ്യം തന്നെ എത്ര രൂപ ചെലവ് വന്ന് നോക്കും, അതിനുശേഷമാണ് എത്ര രൂപ വരുമാനം ഉണ്ടാക്കണമെന്ന് നോക്കുന്നത്. ആ വരുമാനം ചെലവിന് എത്ര എത്തിയില്ലെങ്കിൽ എത്ര രൂപ കടമെടുക്കണമെന്ന് നോക്കും. ഗവൺമെന്റിന് പല മാർഗമുണ്ട്.
രാജ്യത്തിൻ്റെ അകത്ത് ബോണ്ട് ഇറക്കി വേണമെങ്കിൽ കടം മേടിക്കാം, വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കാം. ഒരു മാർഗവും ഇല്ലെങ്കിൽ RBIയിൽ കൊണ്ട് പണം പ്രിന്റ് ചെയ്യിപ്പിക്കാം. വ്യക്തികൾക്ക് അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളൊന്നുമില്ല. വ്യക്തികൾക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ച് കടമെടുക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരത്തിന് കടം മേടിക്കാം. ഇത് അങ്ങനെയല്ല, ബോണ്ട് ഇറക്കാം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മേടിക്കാം, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കാം. ഒന്നുമില്ലേ, ഗവൺമെന്റ് വേണമെങ്കിൽ ഫണ്ട് ഇത് ചെയ്യാം. ദെൻ 2002 പോസ്റ്റ് ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഹാസ് വിറ്റ്നസ് അച്ചീവ്മെന്റ് ഓഫ് ലോവർ ഫിസിക്കൽ ഡെഫിസിറ്റ് ലെവൽസ് ഇൻ ഇന്ത്യ. ഇനി ഇതിന്റെ കണക്കുകളൊക്കെ പറയണേണ്, മനസ്സിലായോ? It is important to enhance the capacity, raising more revenue by tax collection so as to minimize the need to borrow and thereby large fiscal deficit with consequences of higher inflation. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ എന്താണ്, ഡെഫിസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ബോണ്ട് ഇറക്കണം. ബോണ്ട് നമ്മൾ വിറ്റ് നമ്മൾ പണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും പണം രാജ്യത്തിൽ വരും. പണത്തിന്റെ സപ്ലൈ, മണി സപ്ലൈ രാജ്യത്തിൽ വർദ്ധിച്ചു. മണി സപ്ലൈ രാജ്യത്തിൽ വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് ഉൽപാദനമില്ലാത്ത കാരണം ഇറ്റ് വിൽ ലീഡ് ടു ഹയർ ഇൻഫ്ലേഷൻ റേറ്റ്. ഇനി വിദേശത്ത് നമ്മൾ കടം മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇന്ത്യയിലേക്ക് അത്രയും പണം വരികയാണ്. അത്രയും പണം വരുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ മണി സപ്ലൈ കൂടുതലും സാധന സേവനങ്ങളുടെ ലഭ്യത വളരെ കുറവുമായിരിക്കും. സാധന സേവനങ്ങളുടെ ലഭ്യത കുറയുമ്പോൾ വീണ്ടും ഇൻഫ്ലേഷൻ ഗണ്യമായിട്ട് കയറി വരും. അത് കാരണം എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഹാൻസ് ദ കപ്പാസിറ്റി ടു റേസ് മോർ റവന്യൂ ബൈ ടാക്സ് കളക്ഷൻസ്. ഇതിനകത്ത് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഓട്ടോണമസ് കീവേഡ്സ് പ്ലീസ്, ഇതെല്ലാം ഞാൻ എടുത്തു പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ പോർഷൻ തീർക്കാൻ പറ്റിയൊന്നുമില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഓരോ ചാപ്റ്റേഴ്സാണ്. ഇനിയിപ്പോൾ വരുന്നുണ്ട് ലേബർ ലോസ് ഒക്കെ വരുന്നുണ്ട്, ഓരോ ചാപ്റ്റേഴ്സ് 49-59 ലേബർ ലോസ് ഉണ്ട്. അതെല്ലാം ഓരോ സെന്റൻസിൽ കൂടി പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. സോ ദീസ് ആർ ഓൾ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. അത് വായിക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇക്കണോമിക് റിസഷൻ എന്താ, ഇതെല്ലാം നിങ്ങൾ വായിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, എന്താണ് ട്രേഡ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്. നമുക്കറിയാം ട്രേഡ് എന്ന് പറയുന്നത് ഫോറിൻ പോളിസി ഓഫ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഫോറിൻ ട്രേഡ് വിദേശ വ്യാപാരവും അതുപോലെ തന്നെ നിക്ഷേപവും രണ്ടും ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. നമുക്ക് ഇമ്പോർട്ട് സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ട് സൈഡ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, മനസ്സിലായോ, നമ്മൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഫോറിൻ ട്രേഡ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഗെറ്റിംഗ് ടെക്നോളജി കിട്ടും, മാനേജറിയൽ എക്സ്പെർട്ടൈസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇന്റർമീഡിയറ്റ് എസെൻഷ്യൽ ഫോർ ഇന്റർമീഡിയറ്റ് അസംസ്കൃത പദാർത്ഥങ്ങളോ സെമി ഫിനിഷ്ഡ് ഗുഡ്സോ നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇതെല്ലാം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്തതിന് അത്രയും സാധനങ്ങൾ നമ്മൾ മറ്റു രാജ്യത്തേക്ക് നമ്മൾ കയറ്റി എടുക്കണം. എക്സ്പോർട്സ് അതനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണം in order to finance the imports needed for the high growth and diversification of the economy. അപ്പോൾ else a trade imbalance would induce disruption and supply of imports causing adverse repercussions on the whole economy. അപ്പോൾ ഫോറിൻ ട്രേഡ് മീൻസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ സാധന സേവനങ്ങൾ മാത്രമല്ല ഇറക്കുമതി ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ടെക്നോളജി ഇറക്കുമതി ചെയ്യാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് വേണം, അല്ലേ? മാരുതി, സുസുക്കി ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് വി ആർ ഓൺലി അസംബ്ലിംഗ് യൂണിറ്റ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മൾ ചെയ്ത് ജപ്പാന്റെ സാങ്കേതിക വിദ്യയോടുകൂടി വന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് വാസ് ഓൺലി ആൻ അസംബ്ലിംഗ് യൂണിറ്റ്. അവിടുത്തെ കൊണ്ടുവന്ന സ്ക്രൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് അങ്ങനെ അസംബിൾ ചെയ്യുക. ദാറ്റ്സ് ഓൾ. പറഞ്ഞ മനസ്സിലായ? അപ്പോൾ ഇറ്റ് ബ്രിങ്സ് ദം ടെക്നോളജി, മാനേജറിയൽ. കുറേ നാൾ ജപ്പാനിലെ കുറെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള എക്സ്പേർട്സുകൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ, കേരളത്തിൽ ഇവിടെ വന്ന് താമസിക്കും. ഞാൻ ആ സമയത്ത് തേവരെ പഠിക്കുന്നത് ഇത് സ്ഥാപിക്കുമ്പോൾ ഇഷ്ടംപോലെ ജാപ്പനീസ്
ഷോർട്ട് സ്റ്റേറ്റേഡ് ആളുകൾ, ദേ ആർ ഓൾ ടെക്നീഷ്യൻസ് എനേബിളിംഗ് ദ ഇന്ത്യൻസ്. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ്. അപ്പോൾ ടെക്നോളജി ഉണ്ടാകും, മറ്റ് മാനേജർ എക്സ്പെർട്ടൈസ് ഉണ്ടാകും, ഇന്റർമീഡിയറ്റ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, റോ മെറ്റീരിയൽസ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇതെല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ ഇതെല്ലാം വെറുതെ ഇറക്കുമതി ചെയ്ത് നമുക്ക് അവർക്ക് അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം. അപ്പം എക്സ്പോർട്ടും അതനുസരിച്ച് നമ്മൾ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണം. ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ഇൻ ഫിനാൻസിങ് ഇമ്പോർട്ട്സ്. അപ്പോൾ എക്സ്പോർട്ട്സ് നമ്മൾ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായിക്കുകയും ചെയ്യും. There are many means like institutional innovation and organizational restructuring and policy initiative and which helps to attain the desired long-term objectives of foreign trade. അപ്പോൾ ഫോറിൻ ട്രേഡിന് വേണ്ടി സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സ്ഥാപനപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്. ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഓർഗനൈസേഷൻ. ഏത് സിസ്റ്റമാണ് ഓർഗനൈസേഷൻ അത് റീസ്ട്രക്ചർ ചെയ്യുക, അതിൻ്റെ പോളിസി ഇനീഷ്യേറ്റീവ്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് policy has been a policy has a primacy because if policy initiatives are not properly tuned, it transmits an inappropriate set of signals to domestic producers. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും നല്ലതായിട്ട് എന്താണ് പോളിസിയാണ്, ഇനിഷ്യേറ്റീവ്സ്. among these policies long decide in organizational and policy initiatives ആണ് institutional innovationും ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്ങിനും കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോളിസി ഇനിഷ്യേറ്റീവ്സ് ആണ്. അപ്പോൾ there are FDI and foreign portfolio foreign direct investment ഉണ്ട്, അതുപോലെ തന്നെ foreign portfolio investors ഉണ്ട്. foreign direct investment means എന്താണ്? foreign against this background the present unit അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം എന്താണ് ഇമ്പോർട്ട്സ്. ഫോർ എൻ എക്കോണമി ഫോറിൻ ട്രേഡ് നമുക്കറിയാം. ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ട്രേഡ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഫോറിൻ ട്രേഡ്. ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് ഫോറിൻ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മറ്റു രാജ്യത്തേക്ക് ഫ്ലോ ചെയ്യും. നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോഴോ നമ്മൾ കയറ്റി എടുക്കുമ്പോഴോ നമ്മുടെ രാജ്യത്തേക്ക് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് it can be used as an effective instrument for economic. In present, international trade policy is a vital part. അപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരം നയം ഇന്ന് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതെല്ലാം നമ്മുടെ ഫോറിൻ ട്രേഡ് പ്ലേസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യമായിട്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇത് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് 1960-കളിലും അതുപോലെ തന്നെ ആ പോസ്റ്റ് വേൾഡ് വാർ 2 നമ്മൾ 1960 നമ്മൾ ഫോളോ ചെയ്ത ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻഡസ്ട്രിയലൈസേഷൻ. This approach was actually guided by the hypothesis which states that price of primary commodities. What are these primary commodities? അതായത് ലോങ് റണ്ണിൽ ഇത് എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? ലോങ് റണ്ണിൽ പ്രൈമറി കമ്മോഡിറ്റി, അതായത് അഗ്രികൾച്ചറൽ ഗുഡ്സ്, സെമി മാനുഫാക്ചർഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞത് പ്രൈമറി കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞു. ഈ പ്രൈമറി കമ്മോഡിറ്റി ലോങ് റണ്ണിൽ പ്രൈമറി കമ്മോഡിറ്റീസിൻ്റെ റേറ്റ്, പ്രൈസ് ഓഫ് പ്രൈമറി കമ്മോഡിറ്റീസ് related to that of manufactured goods declines over a long period, causing TOT, terms of trade or primary product based economies to deteriorate. അപ്പോൾ ഇന്ത്യ വളരെയധികം നാൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെയധികം നാൾ they were the exporters of primary products, agricultural commodities, raw materials, മനസ്സിലായോ? അതേപോലെ തന്നെ പിന്നെ എന്താണ് റോ മെറ്റീരിയൽസ് ഇൻ ദ സെൻസ് ആൻഡ് ഖനികൾ, അയനോർ, മനസ്സിലായോ? അയനോർ, കോൾ, ഇതെല്ലാമാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള കയറ്റുമതി സാധനങ്ങൾ. അപ്പോൾ പ്രൈമറി പ്രൊഡക്റ്റ് ബേസ്ഡ് എക്കോണമീസ് വിൽ ഡെഫിനറ്റ്ലി ഡിറ്റീരിയർ. അവർക്ക് ഒരു യാതൊരു കാരണവശാലും അവർക്കൊരു രക്ഷ നേടാൻ ലോങ് ടേമിൽ സാധിക്കില്ല. കാരണം എന്താണ്? മാനുഫാക്ചേർഡ് കമ്മോഡിറ്റീസിന്റെ വില കയറി വരികയും പ്രൈമറി കമ്മോഡിറ്റീസിന്റെ വില കുറഞ്ഞു വരികയും ചെയ്യും. കാരണം എന്താണ്? ആദ്യം ചിലപ്പോൾ ഏത് രാജ്യമാണെങ്കിലും, ഇന്ത്യ ആണെങ്കിലും മറ്റു രാജ്യങ്ങളും, ആദ്യം ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്തെ ഇത്ര കൂടുതലായിട്ട് ആശ്രയിക്കും. പിന്നെ എന്ത് ചെയ്യും? ഇൻ ദ മീൻ ടൈം
ഒരു രാജ്യത്തിന് മാത്രം കൂടുതലായിട്ട് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ അഭിപ്രായ ഭിന്നത രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ ഇതിന്റെ സപ്ലൈയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ അത് കാരണം എപ്പോഴും അവരെന്ത് ചെയ്യും? ദേ വിൽ ലുക്ക് ടു അതർ പാസ്റ്റേഴ്സ്, വേറെ വേറെ മേഖലകളും വേറെ വേറെ രാജ്യങ്ങളായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പൊ നമ്മളുടെ റോ മെറ്റീരിയൽസിന് യാതൊരു വിധത്തിലുള്ള, നമ്മളുടെ പ്രൈമറി ഗുഡ്സിന് യാതൊരു വിധത്തിലുള്ള വില ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന കമോഡിറ്റീസിന് ഓരോ വർഷം തോറും യഥാർത്ഥത്തിൽ വില കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പല പല ഡെവലപ്പിംഗ് രാജ്യങ്ങളും ആദ്യം തന്നെ അവർ ISI ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയൽ പോളിസീസ് എംബ്രേസ് ചെയ്തത്. എന്താണ് ഈ 3 കാര്യങ്ങളാണ് ഈ ISI മീൻ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ നമ്മൾ തിരിച്ച് ആ ഇതിലേക്ക് വന്നിരിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. അതായത് ഇത്രയും നാള് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും നാള് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഇമ്പോർട്ട് ചെയ്തിരുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയലൈസേഷന്റെ പ്രിൻസിപ്പിൾ നമ്മൾ നടപ്പാക്കില്ല. ഇതിന്റെ പ്രധാനമായിട്ട് 3 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ആൻ ആക്റ്റീവ് ഇൻഡസ്ട്രിയൽ പോളിസി ടു പ്രൊമോട്ട് എ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ബേസ്. ദാറ്റ് ഈസ് എന്താണത്? While this is a good in itself, the domestic industries tend to grow accustomed to protection from foreign competition with no incentive to become more efficient, which makes the tenant to work adversely for the country adopting. അപ്പോൾ ISI സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ത് ചെയ്തു? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വിദേശ സാധനങ്ങൾ ഇനി ഇമ്പോർട്ട് ഇല്ല, അതെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എത്ര ക്വാളിറ്റിയിൽ എത്ര മോശമാണെങ്കിലും വേറെ ഒരു മാർഗമില്ല, കാരണം ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തിക്കളയും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ലീഡ് ടു എന്താണ്? ദ കൺട്രി അഡോപ്റ്റിംഗ്. ഇറ്റ് വിൽ ലീഡ് ടു ടെനന്റ് ടു വർക്ക് അഡ്വേഴ്സ്ലി ഫോർ ദ കൺട്രി അഡോപ്റ്റിംഗ്. മോർ എഫിഷ്യന്റ് വിത്ത് നോ ഇൻസെന്റീവ് ടു ബിക്കം മോർ എഫിഷ്യന്റ്. ഇങ്ങനെ വരുമ്പോൾ മനസ്സിലായോ? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡ് ആൻഡ് ടു മേക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്കൊരു പ്രവണത ഉണ്ടാവില്ല. കാരണം എന്താണ്? വി ആർ ആക്ച്വലി ബീങ് പ്രൊട്ടക്റ്റഡ്. ഇനി വിദേശത്ത് നിന്ന് നമ്മൾ വിദേശ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മൾ ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സ് ഇവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇന്ത്യക്കാർക്ക് ഈ വസ്തുക്കൾ തന്നെ മേടിക്കേണ്ടി വരും. രണ്ടാമത് പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ടു ട്രേഡ്. ഇതും വേറൊരു കാര്യമാണ്. പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ടു ട്രേഡ് മീൻ ടാരിഫ്സ് ആൻഡ് ക്വാട്ടാസ് പ്ലേസ്ഡ് ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഫെന്റ്. നമ്മുടെ വ്യവസായ സ്ഥാപനം പറഞ്ഞില്ലേ, ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ഈ സമയത്ത് പല വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങൾ, ദേ വേർ ഹൈലി അഡ്വാൻസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. അപ്പൊ നമ്മളൊരു കാർഷിക രാജ്യമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ അതിനുശേഷം 47 തുടങ്ങിയ അല്ലെങ്കിൽ പ്ലാനിങ് തുടങ്ങിയതിനു ശേഷം സ്ഥാപിച്ചിരിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഇൻഫൻസ് ആണ്, കൊച്ചു പിള്ളേരാണ്. കോമ്പറ്റീഷൻ ഇസ് ബിറ്റ്വീൻ ഈക്വൽസ് ആൻഡ് നോട്ട് ബിറ്റ്വീൻ അൺഈക്വൽസ്. ഇപ്പൊ തുടങ്ങിയ ഒരു വ്യവസായം പണ്ട് കാലങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും ഇപ്പോൾ സ്ഥാപിച്ച ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും തമ്മിൽ നമുക്ക് മത്സരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ് അവിടെ കൊണ്ടുവന്നു. രണ്ടാമത് പ്രൊട്ടക്ട് ഇൻഫന്റ് ഇൻഡസ്ട്രി ടെൻഡ് ടു കീപ് ദ ഡൊമസ്റ്റിക് യൂണിറ്റ്സ് അൺകോമ്പറ്റേറ്റീവ്. അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇറക്കുമതി ചെയ്യേണ്ട, നമുക്ക് വി വിൽ പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം എന്താണ്? ഇന്ത്യയിൽ ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ ശിശുക്കളാണ്, അധികം വർഷം പഴക്കമില്ലാത്ത വ്യവസായ സ്ഥാപനമാണ്. മൂന്നാമത് എ മോണിറ്ററി പോളിസി ദാറ്റ് റേഷൻസ് ഫോറിൻ എക്സ്ചേഞ്ച് ബൈ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ്സ് സോ ആസ് ടു ചാനൽ ദ ഇമ്പോർട്ട്സ് ഓഫ് ഇന്റർമീഡിയറ്റ് ക്യാപിറ്റൽ. ഇത് കൂടാതെ ഒരു മോണിറ്ററി പോളിസി, നിലവിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാ ആവശ്യങ്ങൾക്കും കൊടുക്കാതെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ടു ചാനൽ ദ ഇമ്പോർട്ട്സ് ഓഫ് ഇന്റർമീഡിയറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ഉള്ളി, റോ മെറ്റീരിയൽസ് ഒന്നുമല്ല. ക്യാപിറ്റൽ ഗുഡ് നമുക്കറിയാം, അന്നും ഇന്നും നമ്മൾ വി ആർ ഡെഫിസിറ്റ് ഇൻ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് നിലവിലുണ്ടായ അത്യാവശ്യമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം അവരെന്ത് ചെയ്ത് സ്റ്റാർട്ടഡ് റേഷനിങ്.
for the imports of intermediate capital goods. അപ്പോൾ ഇതിനെ പറഞ്ഞത് സ്റ്റേറ്റ് ബാക്ക്ഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ബിക്കെയിം ദ ത്രസ്റ്റ് ഓഫ് ട്രേഡ് പോളിസി 1950. പക്ഷേ ഈ ഇഷ്ടം പോലെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഇറക്കുമതി ചെയ്തില്ല എങ്കിലും ഇന്ത്യയിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയെങ്കിലും ഈ എക്സ്പോർട്ടും അതനുസരിച്ച് അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. The short-term problems sought to be taken care of by a tight system of import controls. ഇമ്പോർട്ടിനെ നിയന്ത്രിച്ചുകൊണ്ട് അവർ ഷോർട്ട് ടൈം സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പ്രൊട്ടക്ഷൻ ടു പ്രൊമോട്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ത്രൂ ഹൈ ടാരിഫ് ബാരിയേഴ്സ്, മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ്, import licensing arrangements and subsidies was thus not seen as detriment to trade and development. The import substitution 1981 വരെ നമ്മുടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റെജീം നമ്മൾ തുടങ്ങി. പക്ഷേ ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി ഇൻ ഇന്ത്യ ഈസ് സിൻസ് റെക്കഗ്നൈസ്ഡ് ടു ഹാവ് റിസൾട്ടഡ് ഇൻ മാർ. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 1981 വരെ അത് വിജയകരമായി പോയെങ്കിലും 1981 ശേഷം കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി. ഒന്ന്, മാർക്കറ്റ് കോൺസെൻട്രേഷൻ. രണ്ടാമത്, ഹൈ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഓവർ വാല്യുവേഷൻ ഓഫ് കറൻസീസ്, എക്സ്ട്രീം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ പ്രൊഡക്ഷൻ. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ടു ആന്റി എക്സ്പോർട്ട് ബയാസ്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രവണത ഉണ്ടായില്ല. ഇതെല്ലാം മനസ്സിലായോ? ഇമ്പോർട്ട് വ്യവസായ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സ് 1981 വരെ അവർ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയെങ്കിലും ലേറ്റർ ഓൺ അവർക്ക് മനസ്സിലായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദസ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി yielded neither industrialization nor growth, with long-term growth from the late 1950s to 81 having remained an average of 3.5%. അപ്പോൾ ഈ ഒരു പോളിസി ഫെയിലിയർ ആയി. കാരണം എന്താണ്? രാജ്യത്തിന്റെ വളർച്ചയുടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി നമ്മൾ ഫോളോ ചെയ്തിട്ട് 1981 വരെ കാര്യമായിട്ടുള്ള ഒരു ചലനമൊന്നും ഉണ്ടായില്ലെങ്കിലും രാജ്യത്തിന്റെ വളർച്ചയുടെ തോതിന് കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായില്ല. ഇറ്റ് റിമെയിൻഡ് സ്റ്റാഗ്നന്റ് അറ്റ് 3.5% പെർ annum. അതിനുശേഷം 1980 ശേഷമാണ് വിത്ത് ദ അഡോപ്ഷൻ ഓഫ് ELG, വാട്ട് ഈസ് ദിസ്, എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത്. അങ്ങനെ 1980 ശേഷം നമ്മൾ പുതിയ ഒരു നയം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അതിനെ പറഞ്ഞത് എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എംഫസൈസിങ് ഓൺ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺട്രീസ് ആക്ച്വൽ ആൻഡ് പൊട്ടൻഷ്യൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്. വലിയൊരു തിയറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു വാക്കുകളിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫോറിൻ മാർക്കറ്റ്സ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. വാട്ട് ഈസ് ദാറ്റ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്? ഓരോ രാജ്യത്തിനും ഓരോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഓരോരുത്തർക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റൈസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സാഹചര്യം ഇന്ത്യക്കുണ്ട്. കാലാവസ്ഥ അതാണ്, നല്ലതാണ്, ഇന്ത്യയിൽ മഴ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് പാകിസ്ഥാൻ ഈസ് സ്യൂട്ടഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്. അതിന്റെ അർത്ഥം പാകിസ്ഥാനിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂല എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂല എന്നുള്ളതല്ല. ഇന്ത്യയിൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. വീറ്റ് ഉൽപ്പാദിപ്പിക്കാതെ കൂടുതൽ ഏരിയ റൈസ് ഉൽപ്പാദിപ്പിച്ചിട്ട് വീറ്റ് കുറച്ച് ഉൽപ്പാദിപ്പിക്കുക. ഇനി വീറ്റ് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഈ നെയ്ബറിംഗ് രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ, മെക്സിക്കോയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ മറ്റു കാനഡയിൽ നിന്നോ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യുകയും ചെയ്യാം. അപ്പോഴും നമുക്ക് അവിടെ ലാഭമായിരിക്കും. അതിനെ പറഞ്ഞത് എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. എ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ആൻഡ് പ്രൊഡ്യൂസ് ഇൻ ദോസ് ഗുഡ്സ് in which it has got a comparative advantage and import those goods and services in which it has got a comparative disadvantage. അപ്പോൾ വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് റൈസ് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ 2 രൂപക്ക് അല്ലെങ്കിൽ 5 രൂപക്ക് 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുക. കാരണം വീറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 12 രൂപയും ഒരു കിലോത്തിന് നമ്മൾ വീറ്റ് ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ വീറ്റ് ഉൽപ്പാദിപ്പിക്കില്ല.
നമ്മൾ നെല്ല് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് വീറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്ത് നിന്ന് 7 രൂപക്ക് നമുക്ക് വേണമെങ്കിൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കാം. അപ്പോഴും നമുക്ക് ലാഭമാണ്. അപ്പൊ ഈ ഒരു നയമാണ് എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻവേർഡ് ലുക്കിംഗ് മോഡേൺ ഫോംസ് ഓഫ് എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് സ്റ്റാർട്ടഡ് ഫസ്റ്റ് 1960-ലാണ്. വെൻ സെവറൽ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ഇവരെ പറഞ്ഞത് ദ ലിറ്റിൽ ഡ്രാഗൺസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദ 4 ടൈഗേഴ്സ്, ദ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് സെവറൽ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയ 4 കൂടി പറഞ്ഞത് ലിറ്റിൽ ഡ്രാഗൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ 4 ടൈഗേഴ്സ്. ഇവര് ആദ്യമായിട്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അത് അവർ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ദേ അക്സെപ്റ്റഡ് വാട്ട് ഈസ് ഇറ്റ് നോൺ ആസ് എന്താണ് എക്സ്പോർട്ട് ലെഡ് growth അവർ accept ചെയ്യുകയും on the belief that low and middle income developing countries could not compete with the manufactured goods in developed country market. Low ഇന്നത്തെ അന്ന് 2 രാജ്യം അല്ലെങ്കിൽ പിന്നെ ലോക രാജ്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ആണ്. ഇപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ മാറി, ഡെവലപ്ഡ് ആൻഡ് മോർ ഡെവലപ്ഡ് ആണ്. Each country is vying with each other for development. അതുകൊണ്ടാണ് ലോ ഇൻകം കൺട്രീസ് ഉണ്ട്, അതുപോലെ മിഡിൽ ഇൻകം കൺട്രി, ഡെവലപ്പിംഗ് എക്കോണമി. ഓൾ ദീസ് ഇക്കോണമീസ് ആർ ഡെവലപ്പിംഗ്. അവർക്ക് മനസ്സിലായി ദാറ്റ് ദീസ് കൺട്രീസ് കുഡ് നോട്ട് കോമ്പീറ്റ് വിത്ത് മാനുഫാക്ചർഡ് ഗുഡ്സ്. ഇന്ത്യയിൽ നമ്മളുടെ ഇൻഡസ്ട്രീസ് ആർ വെരി വളരെ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ ആ വ്യവസായ സ്ഥാപനത്തിൽ നിന്നുള്ള ഉൽപ്പന്നവും പണ്ട് കാലങ്ങളിൽ സ്ഥാപിതമായ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നവും തമ്മിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ ഡെവലപ്ഡ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഇൻ ദ ഡെവലപ്ഡ്. വിത്ത് ദിസ് ബൈ ദ മിഡിൽ ഓഫ് 1980s the strategy of export-led growth had completely replaced the IS, import substitution industrialization growth. എന്താണ്, ആരൊക്കെയാണ്? In addition to the demonstration, what is demonstration effect? എന്താ ഒറ്റ വാക്കാണ് പറഞ്ഞത്. What is demonstration effect? People having the tendency to emulate the life standard of the people of the rich countries. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പല കാര്യങ്ങളും കണ്ടുവരുന്നത്, ഇഷ്ടംപോലെ ആളുകളൊക്കെ ഗൾഫിലും മറ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്ന് അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിൽ അവർ നടപ്പിലാക്കാൻ തുടങ്ങി, നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതാണ്. ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ അതനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതാണ്. വരുമാനത്തിന് വ്യത്യാസം കൊണ്ടിരിക്കുന്നതാണ്. The rich is becoming richer and the poor is becoming poorer. Going out and eating out in the evenings, അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ഈവനിങ്, ഇതെല്ലാം ഇന്ത്യൻ കൾച്ചർ ഒന്നുമല്ല. ദീസ് ആർ ഓൾ ഫോറിൻ കൾച്ചേഴ്സ്. പറഞ്ഞു മനസ്സിലായോ? സോ ഇൻ അഡീഷൻ ടു ദ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, എമുലേറ്റിംഗ്. വാട്ട്സ് മീൻ എമുലേറ്റ്? മറ്റാളുകളുടെ ജീവിത രീതി എന്താണ്? അനുകരിക്കുക. മങ്കിയെ ഇങ്ങനെ കാണിച്ചാൽ മങ്കി അങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിച്ചാൽ അങ്ങനെ കാണിക്കും. അതിനെ പറഞ്ഞത് എമുലേറ്റിംഗ്, മങ്കി എന്ന് പറയും. ദ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ദ പീപ്പിൾ, ഈസ്റ്റ് ഏഷ്യൻ എക്കോണമി, സെവറൽ അതർ ഫാക്ടേഴ്സ് കുഡ് ബിഹൈൻഡ് ദ സക്സസ്. ഏതൊക്കെയാണ്? ഒന്ന്, പ്രോമിനന്റ്. ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സക്സസ് എന്താണ് കാര്യം? പ്രോമിനന്റ് എന്താണ്? ദ ലോസ് ഓഫ് കോൺഫിഡൻസ് ഓഫ് ദ ഇന്റർവെൻഷൻസ് സ്റ്റേറ്റ് ലെഡ് മാനേജ്മെന്റ് ഓഫ് ദ ഇക്കോണമി. ഗവൺമെന്റ് കയറി വട്ടം വേണ്ടിയിരിക്കുന്നതാണ്. ഇന്ന കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് തരുള്ളൂ. ഇതെല്ലാം ഫുൾ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ആണ്. പിന്നെ ട്രഡീഷണൽ ISI പോളിസീസ് ടു അഡ്രസ് ദ വേഴ്സൺ ഇക്കണോമിക് കണ്ടീഷൻസ്. ലാറ്റിൻ അമേരിക്ക ഇതുപോലത്തെ ഡെറ്റ് ക്രൈസിസ്, 1980-കളിലെ ഡെറ്റ് ക്രൈസിസ്, ലാറ്റിൻ അമേരിക്കയിലെ ഡെറ്റ് ക്രൈസിസിനൊക്കെ വളരെ ഭീമമായിട്ട് ക്രൈസിസ് ആയിരുന്നു. ഇതൊന്നും അവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ റെവല്യൂഷൻ ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് ദ 20th century. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ ഇന്നിപ്പോൾ നമ്മൾ IT എനേബിൾഡ് സർവീസസ് എല്ലാം വളരെ നല്ലോണം പെർഫോം ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? ദ ഡെവലപ്മെന്റ്സ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. IT and IT enabled means. So when most of the people go to sleep, when India go to sleep, most of the developed nations they wake up. രണ്ടുപേർക്കും പരസ്പരം നോക്കാനായിട്ട് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ കാലാവസ്ഥയുടെയും നമ്മുടെ ടൈമിങ്ങിന്റെയും വ്യത്യാസമാണ്. മനസ്സിലായോ? നമ്മൾക്ക് പകലാണെങ്കിൽ അമേരിക്കക്ക് രാത്രിയായിരിക്കും, അമേരിക്കക്ക് രാത്രി ആകുമ്പോൾ നമ്മൾക്ക് പകലായിരിക്കും. ഏറ്റവും കൂടുതൽ IT and IT enabled സർവീസസ് ഇന്ത്യയായിട്ട് കൊളാബറേഷൻ നടക്കുന്നത് അമേരിക്കൻ രാജ്യമായിട്ടാണ്.
രാജ്യങ്ങളായിട്ടാണ്. All these changes supported the idea of pursuing the comparative advantage of export-led growth as engines of growth. India initiated export-led growth in 1990-കളിൽ. എപ്പോഴാണ് നമ്മളുടെ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നപ്പോൾ നമ്മളുടെ അതനുസരിച്ച് മെർക്കൻഡൈസ്മെന്റ്, ഗുഡ്സിന്റെ എക്സ്പോർട്ട് ഷെയർ വേൾഡ് എക്സ്പോർട്സിൽ ഇൻക്രീസ് ചെയ്ത് 0.5 നിന്ന് 0.1, 0.7 ആക്കി. ഓക്കെ, ഇതെല്ലാം മീഗർ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് കമ്പയർഡ് ടു ദ കറസ്പോണ്ടിങ് ജംപ് അച്ചീവ്ഡ് ബൈ many other competing economies over the last years. Trade policy in India has undergone fundamental shifts to correct the earlier anti-export bias through the removal of various quantitative restrictions, reduction and rationalization of tariffs, liberalization of trade, payment regime, adoption of various export incentive measures, movement towards market-based exchange rates, etc. ഇതെല്ലാം നമ്മൾക്ക് എന്താണ്, എക്സ്പോർട്ട് ലെഡ് ഗ്രോത്തിനെ നമ്മൾക്ക് എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുകയും ചെയ്തു. കൺവേർട്ടബിലിറ്റി ആൻഡ് ഡെഫിസിറ്റ് ഓഫ് അക്കൗണ്ട്സ്. വാട്ട് ഈസ് കറൻസി കൺവേർട്ടബിലിറ്റി? മീൻസ് എന്താണ്? റൈറ്റ് അല്ലെങ്കിൽ ഫ്രീഡം ടു കൺവേർട്ട് ദ ഡൊമസ്റ്റിക് കറൻസി ഇൻ ടു അതർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കറൻസി ആൻഡ് വൈസ് വേഴ്സ. ഇന്ത്യയുടെ കറൻസി മറ്റ് ഏതെങ്കിലും രാജ്യത്തിന്റെ കറൻസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം, റൈറ്റ്, സ്വാതന്ത്ര്യത്തിന് നമ്മൾ പറയുന്നത് കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ. രണ്ട് തരത്തിലുള്ള കൺവേർട്ടബിലിറ്റി ഉണ്ട്. കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് 3 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ചോദിച്ച ഒരു മേഖലയാണിത്. കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഉണ്ട്. എന്താണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് റിഫേഴ്സ് ടു ദ ഫ്രീഡം in respect of payment and a transfer for current international transactions. It means it refers to the freedom in respect of payments and transfer for current international transactions. ഇപ്പോൾ നടക്കുന്ന ട്രാൻസാക്ഷൻസിന് നമുക്ക് the current account convertibility means refers to the freedom in respect of payments and transfers for current international transactions. Capital account convertibility, in other words, it implies the complete mobility, the complete mobility or free and unregulated capital funds across countries with no restrictions. ഇതാണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിത്ത് ഇൻക്രീസ്ഡ് ഇന്റഗ്രേഷൻ ഓഫ് ദ ഗ്ലോബൽ, അത് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി അല്ലെങ്കിലും കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി നമുക്ക് പൂർണ്ണ തോതിൽ നമുക്ക് എത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതാണ് ഇത് ഇപ്പോൾ പറയുന്നത്. ദർ ഇസ് എ നീഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ഫോർ ഇന്റഗ്രേഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് അക്രോസ് ദ കൺട്രീസ്. കാരണം ഈ കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിക്ക് പ്രധാനമായിട്ട് 4 പ്രധാനമായിട്ടുള്ള ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് എന്താണ്? ഫസ്റ്റ്ലി, വിത്ത് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വുഡ് കം ഡൗൺ ആസ് ദർ വുഡ് ബി മോർ ക്യാപിറ്റൽ ഇൻഫ്ലോ ഇൻ ടു ദ കൺട്രി. അപ്പോൾ ക്യാപിറ്റലിന്റെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന ക്യാപിറ്റലിന്റെ കോസ്റ്റ് ഗണ്യമായിട്ട് കുറഞ്ഞു വരും. കാരണം എന്താണ്? മോർ ക്യാപിറ്റൽ. മനസ്സിലായോ? ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് നിർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി കുറയും. ഇപ്പൊ ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി ഗണ്യമായിട്ട് കൂടും. അപ്പോൾ മോർ ക്യാപിറ്റൽ ഇൻഫ്ലോ ഇൻ ടു ദ കൺട്രി. സെക്കൻഡ്, ടാക്സ് ലെവൽസ് would come down to international levels, reducing tax evasion and capital flight. ഇതിപ്പോൾ നമുക്കറിയാം, മനസ്സിലായോ? ടാക്സ് ലെവൽസ് വുഡ് കം ഡൗൺ. പല വസ്തുക്കൾക്കും ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മൾ ടാക്സ് ഈടാക്കുന്നത്. പക്ഷെ ഗോൾഡിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ടാക്സ് ഈടാക്കിയത്, ഈ ടാക്സ് നമ്മൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് പല ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലും കരിപ്പൂരിലും കോഴിക്കോടും എല്ലാം നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇഷ്ടംപോലെ ഗോൾഡ് കടത്തിക്കൊണ്ടുവന്നതിന്റെ കാര്യം എന്താണെന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. കാരണം ഇന്ത്യ അത് ചെയ്തിരിക്കുന്നത് ഡ്യൂട്ടി കയറ്റി വെച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായോ? ഗോൾഡ് ഇമ്പോർട്ട് ഒരു എസെൻഷ്യൽ ഇമ്പോർട്ട് അല്ല. അപ്പൊ എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ട് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡ് ഇമ്പോർട്ട് അവർ കൂട്ടി വെച്ചിരിക്കുന്നത്. ഗോൾഡ് നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ആഭരണങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളാണ്.
അത് ഉള്ളത് കൊണ്ട് ഉണ്ടാക്കുക. അപ്പൊ അത് കാരണം ഈ അനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടുകൾ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് അവർ ടാക്സ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ ടാക്സ് തമ്മിലുള്ള വ്യത്യാസം അത് തോത് ആ തോതിന്റെ ആ ടാക്സ് തമ്മിലുള്ള ഈ മറ്റു രാജ്യങ്ങളും ഇന്ത്യയും ഇമ്പോസ് ചെയ്യുന്ന ടാക്സിന്റെ വ്യത്യാസം മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് കള്ളക്കടത്തുക. അല്ലാണ്ട് ഗോൾഡ് അവിടെ വെറുതെ കിട്ടുന്നതല്ല. ഗോൾഡിന് ഇന്റർനാഷണൽ റേറ്റ് ഉണ്ട്, അത് അവിടെ കൊടുക്കണം. പക്ഷെ ഈ ടാക്സിന് ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് അത് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് പലവരും കള്ളക്കടത്ത് നടത്തുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും. The risks are broadly based on it could expose the economy for currency devaluation, takeovers, short-term macroeconomic disturbance like increased unemployment, and at the extreme, there could be risks impinging on the sovereignty concerns, particularly where the size of the economy is small. Firstly, tax levels would come down. Thirdly, resident individuals would have the right to acquire financial assets abroad. റെസിഡന്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ അസറ്റ്സ് വിദേശത്ത് വേണമെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ അസറ്റ്സ് അക്വയർ ചെയ്യാം. ഫോർത്തിലി, വിത്ത് ദ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് ബിക്കമിങ് ഫ്രീ ടു ഇൻവെസ്റ്റ് അബ്രോഡ്. മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വിദേശത്ത് പോയി അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓവർസീസ് മാർക്കറ്റ്സ് വുഡ് എനേബിൾ സെറ്റിംഗ് അപ്പ് ഓഫ് ജോയിന്റ് വെഞ്ചേഴ്സ്. പക്ഷേ ഇതെല്ലാം ഈ അഡ്വാൻറ്റേജസ് അല്ല. കറണ്ട് അക്കൗണ്ട് ഇതിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും പോലും, കൺവേർട്ടബിലിറ്റിക്ക് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും പോലും, in spite of these advantages, and many official sponsored reports recommending the introduction of current account convertibility in India has not fully embarked upon current account convertibility. And the കാരണം എന്താണ് മനസ്സിലായോ? ഇതെന്താണ് കാരണം? കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് കുഡ് രണ്ട് റിസ്ക് ഉണ്ട്. ഒന്ന്, ഇറ്റ് കുഡ് എക്സ്പോസ് ദ ഇക്കോണമി ഫോർ കറൻസി ഡീവാലുവേഷൻ. രണ്ടാമത് ഷോർട്ട് ടേം മാക്രോ എക്കണോമിക് ഡിസ്റ്റർബൻസസ്, ഇൻക്രീസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. രണ്ടാമത് അഡ്ജസ്റ്റിം ദർ കുഡ് ബി റിസ്ക് ഇംപിഞ്ചിങ് ഓൺ ദ ഇന്ത്യയുടെ സോവറിനിറ്റി പരമാധികാരം അതൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും, പർട്ടിക്കുലർലി വേർ ദ സൈസ് ഓഫ് ദ ഇക്കോണമി ഈസ് very, very small. In view of the actual size of the Indian economy, the latter risk mentioned above is certainly is the very extreme, but the first risk, നമ്മുടെ ഇന്ത്യൻ എക്കോണമി ചെറുതല്ല. അതാണ് രണ്ടാമത്തെ റിസ്ക് കാര്യമായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യില്ല, പക്ഷെ ആദ്യത്തെ റിസ്ക് കാര്യമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. Then deficit of accounts. You are aware the balance of payment. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് all economic transactions, international financial and trade transactions between one country and the rest of the world within the given period of time. But defined as export minus imports, that is X minus M, it is a deficit in balance of payments, could be of three accounts. Both export minus imports. And deficit in balance of payments, അത് മൂന്ന് അക്കൗണ്ടിലുണ്ടാകാം. Trade account deficits, or simply trade deficit, current account deficit, and capital account deficit. The trade account deficit refers to the excess of merchandise imports കൂടുതലും എക്സ്പോർട്സ് കുറവ് വരുമ്പോഴാണ് നമുക്ക് എന്താണ് ബാലൻസ് ഓഫ് ദ ട്രേഡ് ഡെഫിസിറ്റ് വരുന്നത്. BOT is a surplus over deficit spending on X minus M. It is positive or negative. Current account deficit indicates increase in indebtedness of the nation to the rest of it. അതായത് കടബാധ്യത കൂടുമ്പോൾ, മറ്റ് രാജ്യങ്ങളിലേക്ക് കടബാധ്യത കൂടുമ്പോൾ. In other words, it is the excess of expenditure over receipts on current account in a country's balance of payments. Then, while this reflects the immediate short-term health status of the economy, capital account deficits reveals that long-term health of the nation is deteriorating. But short-term current account deficit matram mind checha madi, but the capital account deficit, if not, it is not covered in the longer term, it will cause a lot of disturbances to the reveals that the long-term health of the nation is deteriorating. ഈ രണ്ട് കാര്യം, taking all the three into account, the balance of payment, this deficit, it is defined as the sum total of the current account deficit and the capital account deficits. FDI policy. What is FDI? Foreign direct investments. അതിനകത്ത് എന്തൊക്കെയായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? ക്യാപിറ്റൽ ഉണ്ടാവും,
ടെക്നോളജി ഉണ്ടാവും, സ്കിൽസ് ഉണ്ടാവും, സംടൈംസ് ഈവൻ മാർക്കറ്റ് ആക്സസ്. അതായത് വിദേശ ധനകാര്യ വിദേശ സ്ഥാപനം, വിദേശ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിൽ അവർക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണേ. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അവരുടെ രാജ്യത്ത് വിറ്റഴിക്കാനായിട്ടുള്ള മാർക്കറ്റും അവർ അതനുസരിച്ച് ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ മാർക്കറ്റ് ആക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ FDI ഫ്ലോസ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നേരിട്ടുള്ള വിദേശ നിക്ഷേപം, അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് കംസ് വിത്ത് ക്യാപിറ്റൽ, ബണ്ടിൽഡ് ക്യാപിറ്റലോട് കൂടി. മാത്രമല്ല ടെക്നോളജി ഉണ്ടാവും, സ്കിൽ ഉണ്ടാവും, സംടൈംസ് ഈവൻ മാർക്കറ്റ് ആക്സസ്. ദെർഫോർ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് ഒരു പ്രത്യേകിച്ച് ഏത് രാജ്യത്താണ് FDI വരുന്നത്, അത് ഒരു ആ രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മോസ്റ്റ് ഡെവലപ്പിംഗ്. ദെർഫോർ അതുകൊണ്ടാണ് they have got a welcoming attitude towards MNCs and FDIs. What is MNCs? Multinational companies. പല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും പല വിദേശ നേരിട്ടുള്ള വിദേശ നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതെല്ലാം മൾട്ടിനാഷണൽ. അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല നിക്ഷേപമുള്ളത്. they may have ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ വേരിയസ് കൺട്രീസ്. അതുകൊണ്ടാണ് അവരെ പറഞ്ഞത് മൾട്ടിനാഷണൽ കമ്പനീസ്. സിൻസ് ഇറ്റ് ഫോസ്റ്റേഴ്സ് ദ ഗ്രോത്ത് ഓഫ് ഇൻക്രീസിംഗ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവും, ടെക്നോളജി ചേഞ്ച് ഉണ്ടാവും, എഫിഷ്യൻസി ഉണ്ടാവും, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, എക്സ്പോർട്ട്സ് വർദ്ധിക്കും, ഇൻക്രീസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡൊമസ്റ്റിക് ഇക്കോണമിയിൽ ഉണ്ടാവും, ഇംപ്രൂവ്ഡ് ആക്സസ് ടു വേൾഡ് മാർക്കറ്റ്സ് ഉണ്ടാവും, ഹെൽപ്പ് ഇൻ റിലീസ് ഓഫ് എന്താണ് resources constraints on investments. India's FDI policy has so far gone through three main phases. ആദ്യമായിട്ട് 3 phases ആണ് FDI policy. ആദ്യമായിട്ട് പറഞ്ഞ ഫസ്റ്റ് ഫേസ് ഇന്ത്യ വാസ്. കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യ ഒരു വാം വെൽക്കം മാത്രമേ കൊണ്ട്, പർട്ടിക്കുലർലി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് പറയാനുള്ള കാരണം 1949 നമ്മളുടെ ഗവൺമെന്റ് ഗേവ് ദി അഷ്വറൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗവൺമെന്റ് ഗേവ് ദി അഷ്വറൻസ് stating that there shall be no discrimination. ഇന്ത്യ എന്ന വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന്, ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്ന് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വേർതിരിവും ഉണ്ടാക്കില്ല. ഫെസിലിറ്റീസ് ടു ബി ഗിവൺ ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അവർ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭം അവരുടെ രാജ്യത്തിലേക്ക് റെമിറ്റൻസസ് ആയിട്ട്, പ്രോഫിറ്റ് അവർക്ക് റെമിറ്റൻസസ് ആയിട്ട് അവർക്ക് അടയ്ക്കുകയും ചെയ്യാം. ദെൻ ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് ഈ സ്ഥാപനങ്ങൾ ദേശാൽക്കരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് 1956 നമ്മുടെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ട് പുറത്തിറക്കുന്നത്. വേർ the foreign investment policy in this phase was largely determined by the struggle between the government and monopoly foreign assets. രണ്ടാമത്തേത് 1980 തൊട്ട് 91 വരെ. ഇവിടെയാണ് നമ്മുടെ പുതിയ റിഫോം പ്രോസസ്സ് നമ്മൾ തുടങ്ങുകയും അതുപോലെ തന്നെ LPG ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷനൊക്കെ 1991 തുടങ്ങിയത്. ഇവിടെ പ്രധാനമായിട്ട് ആദ്യമായിട്ട് അവർ ചെയ്തത് എന്താണ്, 1969 MRTP ആക്ട്, എന്താണ് മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് ആദ്യമായിട്ട് അവർ അബോളിഷ് ചെയ്തു. മറ്റേത് മൊണോപ്പൊളി ആർക്കും, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കുത്തക സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂല. അത് കുത്തക സ്ഥാപനങ്ങൾ ആക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിലവിലുണ്ടായിരുന്ന ഒരു ആക്ട് ആയിരുന്നു 1969 മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്. ഇത് ആദ്യമായിട്ട് അവരെന്ത് ചെയ്ത്, സ്ക്രേപ്പ് ചെയ്ത് അല്ലെങ്കിൽ അബോളിഷ് ചെയ്ത്. പക്ഷേ ലിബറലൈസേഷൻ ഇൻ ദിസ് പീരീഡ് വാസ് റെസ്ട്രിക്റ്റഡ്, ലിമിറ്റഡ് ഫോറിൻ കൊളാബറേഷൻ. അതിനുശേഷം ദ ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെന്റ് ഓഫ് 1977. ആർക്കെങ്കിലും അറിയാം 1977 പ്രാധാന്യം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 1947 തൊട്ട് 77 വരെ 40 വർഷത്തെ കാലം ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചു. ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ഇന്ത്യയിൽ നിലവിൽ വന്നു, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് മൊറാർജി ദേശായി. അങ്ങനെ പർട്ടിക്കുലർലി എൻകറേജ്ഡ്, they discouraged foreign collaboration, that inflow of technology would be allowed only to. അപ്പോൾ അവരെന്താണ് ഈ സമയത്ത് എന്താണ്
foreign technology will be allowed only in the high priority areas and sophisticated area where Indian technology ആവശ്യത്തിന് അവിടെ ഇന്ത്യൻ ടെക്നോളജി ഇല്ല എങ്കിൽ മാത്രമേ അവിടെ ഫോറിൻ ടെക്നോളജി അനുവദിക്കുള്ളൂ. ആൻഡ് ഫോറിൻ ടെക്നോളജി വാസ് നോട്ട് ഫർദർ നീഡഡ് ഇനിയുള്ള ഫോറിൻ കൊളാബറേഷൻസ്. താങ്ക് യു.